Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG, Department of Commerce, Don Bosco College, Kottayam. In this session, we discuss what do you mean by Halsey Premium Bonus Plan and its advantages and disadvantages, and another method, Halsey Ware Premium Bonus Plan. First method, Halsey Premium Bonus Plan. Halsey Premium Bonus Plan. Under this plan, standard time for each job or work is fixed. Under this plan, standard time for each job or work is fixed. Okay, the worker is paid for the actual time taken by him to complete the work. First, നമുക്കറിയാം ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഓരോ വർക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടൈം ഈ മെത്തേഡ് പ്രകാരം നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അതുകൂടാതെ വർക്കേഴ്സിന് ആക്ച്വൽ ടൈം ടേക്കൺ ചെയ്തതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വർക്കിന് നമ്മൾ എന്ത് കൊടുക്കുകയും ചെയ്യുന്നു, പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. ഇൻ അഡീഷൻ അതുകൂടാതെ he is given a bonus for the time saved. അപ്പോൾ എത്രത്തോളം അഡീഷണൽ യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെന്ത് കൊടുക്കുന്നു, ബോണസും കൊടുക്കുന്നു. ഇത് ബോണസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ദ എമൗണ്ട് ഓഫ് ബോണസ് യൂഷ്വലി 50% ഓഫ് ദ ടൈം സേവ്ഡ്. 50% ഓഫ് ദി ടൈം സേവ്ഡ്. നമുക്കറിയാം പീസ് റേറ്റ് സിസ്റ്റത്തിൽ എത്രത്തോളം അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അതിൻ്റെ ഫുൾ എമൗണ്ട് ആർക്ക് കിട്ടുമായിരുന്നു? എംപ്ലോയിക്ക് കിട്ടുമായിരുന്നു അല്ലേ? എന്നാൽ ഇവിടെ ഒരു വ്യക്തി എത്രത്തോളം എക്സ്പെർട്ടായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്ത് ടൈം സേവ് ചെയ്യുന്നു, ആ സേവ് ചെയ്യുന്നതിൻ്റെ ടൈമിന് കിട്ടുന്ന ബോണസിന് അല്ലെങ്കിൽ ആ ടൈമിൽ സേവ് ചെയ്ത ടൈമിന് കിട്ടുന്ന വേജസിൻ്റെ 50% മാത്രമേ എംപ്ലോയിക്ക് കിട്ടുകയുള്ളൂ. ബാക്കി 50% ആർക്ക് പോവും? എംപ്ലോയർക്ക് പോവും. എംപ്ലോയറും കൂടി ആ ടൈം സേവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട്, ദാറ്റ് മീൻസ് ദ ബോണസ് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഹാൽസി പ്രീമിയം ബോണസ് പ്ലാൻ പ്രകാരം വേജസ് അല്ലെങ്കിൽ ഏണിങ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കേ. ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ്. ആദ്യം എത്രത്തോളം ടൈമാണോ സ്പെൻഡ് ചെയ്തത് അതേ ഇൻറ്റു റേറ്റ് നമുക്ക് ആക്ച്വലി ഒരു ഗ്യാരൻറ്റീഡ് ഉണ്ട്. അതേ പ്ലസ് 50% ഓഫ് ദ ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ്. 50% ഓഫ് ദി ടൈം സേവ്ഡ് ഇൻറ്റു റേറ്റ് ആണ്. ഓക്കെ, ടൈം സേവ്ഡ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് ആക്ച്വൽ ടൈം കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുക, ടൈം സേവ് ചെയ്തു എന്ന് പറയുന്നത്. ഓക്കെ, then what are the advantages of Halsey Premium Bonus Plan? First one, it is simple to understand and easy to operate. It is simple to understand and easy to operate. Okay, then second one, it guarantees time wage to workers. It guarantees time wage to workers. Then third one, the wages of time saved is shared. The wages of time saved is shared. That means the bonus or reward അല്ലേ, ആ ടൈം സേവ് ചെയ്തത് എത്രയാണോ അത് എന്ത് ചെയ്യപ്പെടുന്നു, ഷെയർ ചെയ്യുന്നു. എംപ്ലോയറും തമ്മിൽ ഷെയർ ചെയ്യുന്നു. 50% മാത്രമേ എംപ്ലോയിക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 50% ടൈം സേവ് ചെയ്തത് ആർക്ക് പോകുന്നു? എംപ്ലോയർക്ക് പോകുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഡിസ്റ്റിങ്ക്വിഷസ് എഫിഷ്യൻ്റ് എംപ്ലോയീസ് ഫ്രം ഇൻഎഫിഷ്യൻ്റ് എംപ്ലോയീസ്. ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് എംപ്ലോയീസിൽ നിന്നും ആരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? എഫിഷ്യൻ്റ് വർക്കേഴ്സ് ആരാണ്, ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ് ആരാണ് എന്നുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് റെഡ്യൂസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഓവർഹെഡ് റേറ്റ് റെഡ്യൂസ് ചെയ്യും. ദെൻ ദ എംപ്ലോയർ ഈസ് ഏബിൾ ടു റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വിത്ത് റിഡക്ഷൻ ഇൻ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു എലമെൻ്റ് ആണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഒരു എലമെൻ്റ് ആണ് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം എന്താണ്, ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റും എന്ത് ചെയ്യാൻ പറ്റും? ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് 6 അഡ്വാൻറ്റേജസ് ആണ് ഇതിനുള്ളത്, പ്രീമിയം ഹാൽസി പ്രീമിയം ബോണസ് പ്ലാനിന് ഉള്ളത്. ഓക്കെ, then next, what are the disadvantages of Halsey Premium Bonus Plan? First one, fixation of standard is very difficult. ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. Then second one, if wage rate is fixed is low, incentive value may also be low. അപ്പോൾ നോക്കിയേ, നമ്മളിവിടെ ഫിക്സ് ചെയ്യുന്ന റേറ്റ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻസെൻറ്റീവ് എന്ത് ചെയ്യും? കുറയും. ഇപ്പം നമ്മൾ 10 രൂപയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ ആ കിട്ടുന്ന 10 രൂപയുടെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറയും. ഇപ്പോൾ 50% എന്ന് പറയുമ്പോൾ 5 രൂപയാകുള്ളൂ അല്ലേ? അപ്പോൾ ആ ഫിക്സ് ചെയ്യുന്ന റേറ്റ് എന്തായിരിക്കും? കുറവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവും കുറവായിരിക്കും. ദെൻ തേർഡ് വൺ, ഇറ്റ് റിക്വേഴ്സ് എഫക്റ്റീവ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രീമിയം ബോണസ് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു എഫക്റ്റീവ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. ഓക്കെ,
Then next one, earnings are reduced at a higher level of efficiency. Higher level of efficiency, നമ്മൾ അവരുടെ എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന ആ എക്സ്ട്രാ ബോണസ് എന്ന് പറയുന്നത് 50% മാർക്ക് മാത്രമേ ആർക്ക് കിട്ടുള്ളൂ, ലേബർക്ക് കിട്ടുകയുള്ളൂ, വർക്കർക്ക് കിട്ടുകയുള്ളൂ. ബാക്കി 50% ആർക്ക് പോകും, എംപ്ലോയർക്ക് പോകും അല്ലേ. അപ്പോൾ അതാണ് അവരുടെ ഏണിങ്സ് ഹയർ ലെവലിലേക്ക് പോകുന്തോറും അവരുടെ ഏണിങ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പം 4 ഡിസഡ്വാൻറ്റേജസ് ആണ് ഏതിനുള്ളത്, ഹാൽസി പ്രീമിയം ബോണസ് പ്ലാനിന് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് പ്രീമിയം ബോണസ് പ്ലാൻ ഈസ് ഹാൽസി വെയർ പ്രീമിയം ബോണസ് പ്ലാൻ. ഹാൽസി വെയർ പ്രീമിയം ബോണസ് പ്ലാൻ നോക്കാം. ഇറ്റ് ഈസ് എ വേരിയേഷൻ ഓഫ് ഹാൽസി പ്രീമിയം ബോണസ് പ്ലാൻ. ഇതൊരു ഹാൽസി പ്രീമിയം ബോണസ് പ്ലാൻ്റെ ഒരു വേരിയേഷനാണ്. ഓക്കെ, അണ്ടർ ദി സ്കീം ദ ബോണസ് വിൽ ബി 30% ഓഫ് ദ സ്റ്റാൻഡേർഡ് ടൈം സേവ്ഡ്. നമ്മുടെ ഇവിടെ ടൈം സേവ് ചെയ്തതിൻ്റെ 30% ആണ് എന്തായിട്ട് കൊടുക്കുക, ബോണസായിട്ട് കൊടുക്കുക. നമുക്കറിയാം ഹാൽസി പ്രീമിയം ബോണസ് പ്ലാനിൽ ടൈം സേവ് ചെയ്യുന്നതിൻ്റെ 50% ആയിരുന്നു എന്തായിട്ട് കൊടുത്തത്, ബോണസായിട്ട് കൊടുത്തത്. ആ 50% അവിടെ കൊടുത്തു എങ്കിൽ ഇവിടെ എത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ, 30% മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിയേ, the bonus will be 30% of the standard time saved, whereas it is 50% under Halsey plan. Except this, all other aspects of this scheme, Halsey and Halsey Ware, are similar to each other. അപ്പോൾ ഹാൽസി പ്രീമിയം ബോണസ് പ്ലാൻ്റെ അഡ്വാൻറ്റേജസ് എന്താണോ അത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണോ അത് ഇതിൻ്റെയും ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കിയാൽ, വേജസ് ഓർ ഏണിങ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടൈം സേവ്ഡ് ഇൻറ്റു അവർലി റേറ്റ് പ്ലസ് 30% ഓഫ് ദ ടൈം സേവ്ഡ് ഇൻറ്റു അവർലി റേറ്റ് ആണ്. 30% മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ, ബോണസ് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഡിയർ സ്റ്റുഡൻസ്, watch the videos carefully and write the assignment questions like what are the different methods of premium bonus plan. In this session we discussed 2 important methods. First one, what do you mean by Halsey premium bonus plan? Appam first assignment question is what is Halsey premium bonus plan and its advantages and disadvantages. Okay, then second question, what is Halsey Ware premium bonus plan? What is Halsey Ware premium bonus plan? അപ്പോൾ 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഓക്കെ.